ഏതെല്ലാം സിറ്റുവേഷനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. So I told you that I told you that the simple present tense is always used to show the habitual action, an action that we are doing every day. So that is called simple present tense is used. And I also told about the structure of simple present tense: subject plus verb, use the present tense of the verb. Then that is called simple present tense. So I also told that the negative form of it, singular, when singular subject and plural subject comes, do not and does not. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ടെൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. Now we are going to discuss a new tense which is called simple past. Simple past. Simple past എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ സംഭവങ്ങൾ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ്. യെസ്, ഓൾറെഡി ഹാപ്പൻഡ്, എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നു പോയത്. അപ്പൊ അത് നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഏത് ടെൻസാണ് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് ടെൻസ്. അതിനെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞു പോയ സംഭവം. Already happened. I went to Delhi. No. I went to Delhi. I subject ആണ്. Went, go എന്ന് പറയുന്നതിന്റെ past tense ആണ്. ഓക്കെ, കീർത്തന I ate food. I ate food. ഓക്കെ, eat എന്ന് പറയുന്നത് അപ്പൊ സിമ്പിൾ പ്രസന്റ് ആവും. past tense ആണ്, സിമ്പിൾ പാസ്റ്റ്. I ate food. ഓക്കെ, that is very good. അപ്പൊ അങ്ങനെ കഴിഞ്ഞ പോയ സമയം I studied in UC College or I studied in St. Albert's College. Now studied. I drank a glass of water. Okay. I went to school just now. Correct ആണ്, ശരിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കഴിഞ്ഞു പോയ സംഭവങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പോ ഇത് നമ്മൾ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ I wrote a book. ഓക്കെ, സവിത, നമ്മളതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞത് മറന്നു പോകരുത്. We played yesterday. I played tennis. ഓക്കെ, സഫീന, കറക്റ്റ് ആണ്. ഓക്കെ, സബ്ജക്ട് ആൻഡ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. ആക്ച്വലി ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. I sing a song എന്ന് പറയുമ്പോൾ സിംഗ് പ്രസന്റ് ടെൻസ് ആണ്. ആ സിംഗ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. I sang a song. ഓക്കെ, I sat on a chair. ഓക്കെ, ശരിയാണ്, കറക്റ്റ്, ശരിയാണ്. You are right, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾക്കറിയാം, എന്നാലും നിങ്ങളുടെ കയ്യില് I enjoyed a song. ഓക്കെ, രമ്യ കിരൺ, I enjoyed. I washed my dishes. ഓക്കെ, I read a book. ഇവിടെ മാത്രം ശ്രദ്ധിച്ചോളണം, റീഡ് എന്ന് പറയുന്നത് അതേ സ്പെല്ലിംഗ് തന്നെയാണ് റെഡിന്. പക്ഷെ എസ്റ്റർഡേ എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ റീഡ് എന്ന് വായിക്കുന്നത് റെഡ് എന്ന് വായിക്കണം. I taught a lesson. I played തിരുവാതിര. ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പോ I wrote a letter സൗമ്യ. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ ഇപ്പോ സൗമ്യത്തിനെ വിളിക്കുന്നു. സൗമ്യ, യെസ്, സൗമ്യ ഈസ് നോട്ട് റെസ്പോണ്ടിങ്. അപ്പോ ഞാനാണ് അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആൻസി ഡ്രിങ്ക് എന്ന് പറയുന്ന പ്രസന്റ് ആണ്, പാസ്റ്റ് ടെൻസ് പറയണം. അപ്പൊ I drank നമ്മൾ പറയുന്നത് പാസ്റ്റ് ടെൻസിനെ ഡ്രാങ്ക് എന്ന് പറയാം. ഓക്കെ, വെരി ഗുഡ്. അപ്പോ സവിത, രണ്ട് സവിത ഉണ്ടല്ലേ? ഓക്കെ, സൗമ്യ കൊണ്ട് സൗമ്യ വന്നു. ഓക്കെ, അപ്പൊ സവിത യു വെയിറ്റ് 2 minutes. ഓക്കെ, അപ്പൊ സൗമ്യ, അപ്പൊ നമുക്ക് വേണ്ട സിമ്പിൾ പാസ്റ്റ് ടെൻസുകളാണ്. സവിത ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ, ഈ സമയം എന്ന് പറയുമ്പോൾ 11:40 വരെ ചെയ്ത കാര്യങ്ങള് സിമ്പിൾ പാസ്റ്റ് സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ടെൻസ് ഒക്കെ ചേർന്ന് ആ രീതി. യെസ്, പറഞ്ഞു. I 6 o'clock in the morning and എല്ലാം കഴിഞ്ഞു പോയ സംഭവം ഇതുവരെയുള്ളതൊക്കെ കഴിഞ്ഞു പോയത്. യെസ്, പറഞ്ഞു. I got up 6 o'clock in the morning. Yes.
I washed my vessels. Yes. I gave food to my baby. Yes. I slept him. Yes. I ate my breakfast. Yes. I washed my clothes. Yes. Uh, I made food for my baby girl. Yes. Uh, I slept my baby. Yes. Then I joined my Smarttree classroom. Yes. Uh, Now I am waiting for when my baby will wake up. Yes. Okay. 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 Very good. Very good. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സൗമ്യ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. സവിത, സവിത വേണമെങ്കിൽ ഇന്നത്തെ കാര്യം പറയണം. ഇന്നത്തെ പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ഇഷ്ടമുള്ള പോലെ പറഞ്ഞു. Today I woke up at 6 o'clock. Yes. I brushed my teeth. Yes. And I had a cup of coffee. Yes. I prepared my breakfast. Yes. And then I had breakfast with my parents. Yes. And then I joined a online class. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, ശരിയാണ്, കറക്റ്റ് ആണ്. എല്ലാം സിമ്പിൾ പാസ്റ്റാണ്. സൗമ്യ, അത് വേണ്ടി ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്സും ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. വെറുതെ ഹാഡ് മാത്രമാണെങ്കിൽ നമ്മൾ അങ്ങനെ പരിഗണിക്കുന്നത്. ഹാഡ് കഴിഞ്ഞതിന് ശേഷം വെർബിന് പാസ്റ്റ് പാർട്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കുക. അതാണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോകും. ഓക്കെ ഓക്കെ ഓക്കെ. ഹാസ് ഹാവിന്റെ പാസ്റ്റ് ഐ ഹാഡ് ഹാഡ് എന്ന് പറയാറില്ലേ? ഐ ഹാഡ് ഹാഡ്. അപ്പൊ ഒന്ന് നമ്മൾ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുന്ന ഹാഡും, മറ്റേ ഹാഡ് ഹാവ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള ഹാഡും. ഓക്കെ, യെസ്. ഇനി അടുത്തത് ആരാണ് പറയുന്നത്? ഇന്ന് നടന്ന സംഭവം പറയണ്ടേ? ഇന്നലെ നടന്ന സംഭവം പറഞ്ഞാൽ മതി. യെസ്, കീർത്തന. ഗോട്ട് സിമ്പിൾ പാസ്റ്റ് ആണ്. ഗെറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ആണ് ഗോട്ട്. യെസ്. I got up in 6 o'clock. Then prepared food. Hello? ഒന്ന് മാറ്റി പിടിക്കുക. അതായത് ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ മുതൽ 11:43 വരെയുള്ള കേസ് നമുക്ക് പറയാൻ പറ്റും. ഇന്നലത്തെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നലെ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്ന വരെയുള്ള സംഭവം പറയാം. മാറ്റി പിടിക്കുന്നതല്ലേ നല്ലത്. ഇന്നലത്തെ പറഞ്ഞു. അടുത്ത ആള് വേണമെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ നോക്കി വെച്ചു. അടുത്ത ആള് വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ, കഴിഞ്ഞ മാസത്തേക്ക് നോക്കി വെച്ചു. യെസ്, നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റൻസ് ആയിരിക്കണം. യെസ്, പറഞ്ഞു. സാറേ കുറച്ച് സമയം തരാം, ഒന്ന് മാനസികമായി എഴുതി. ഓക്കെ ഓക്കെ ഓക്കെ. എഴുതലല്ല, മനസ്സിലൊക്കെ ഇറക്കി വെക്കുക. ഇങ്ങനെ ഇന്നത് 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 അങ്ങനെ ഒരു മനസ്സിൽ റെഡിയാക്കി വെക്കുക. അതാണ് നമ്മള് കോളേജിലൊക്കെ പഠിപ്പിക്കുമ്പോൾ, ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സാറന്മാര് വന്നു കഴിഞ്ഞാല് അവരുടെ കയ്യിൽ നോട്ടും ഉണ്ടാവില്ല, ടെക്സ്റ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കയ്യും വീശാനും വരുന്നത്. എന്നിട്ട് ആ 1 മണിക്കൂർ ക്ലാസ് എടുക്കുന്നു. ആ 1 മണിക്കൂർ 40 മിനിറ്റ് ക്ലാസ് എടുക്കുന്നു, 20 മിനിറ്റ് നോട്ട് പറയുന്നു, അത് പോകുന്നു. വേറെയും അധ്യാപകരുണ്ട്, അവർ ടെക്സ്റ്റ് ഗ്രാമൊക്കെ പഠിപ്പിക്കാൻ ആൾക്കാരെ ഉപയോഗിക്കും. അതല്ലാതെ കാരണം അവർ ആ വിഷയത്തിൽ എക്സ്പെർട്ടാണ്. ഏത് വശത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഓക്കെ അത് ഇന്നതാണ് ഇന്നതാണ് എന്ന് പറയും. ഓക്കെ, അപ്പൊ കാരണം എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ നമ്മൾ എഴുതി വെച്ചു. പിന്നെ നമ്മൾ എഴുത്തല്ല, പിന്നെ നമ്മൾ മനസ്സിൽ കുറിച്ചിടുകയാണ് ഓർഡറിൽ. ഇന്നത് ഇന്നത്, അത് കേട്ടിന്നത്, അത് കേട്ടിന്നത്. അപ്പൊ നമുക്കത് പറയുമ്പോൾ നമുക്കത് പറയാൻ പറ്റിയോ എന്നുള്ള കാര്യം പിന്നീട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. എവിടെയാണ് നമ്മൾ വിട്ടുപോയത്. ഓക്കെ, ടെൻഷൻ, അതൊക്കെ നമുക്ക് ഇറ്റ്സ് എ പ്രാക്ടീസ്. ഓക്കെ, ആര്യ വേണുഗോപാൽ. ഓക്കെ ആര്യ, പറയൂ ആര്യ. സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഇന്നലെ നടന്ന കുറച്ച് സംഭവങ്ങൾ പറയും. I got up 6 o'clock at morning. ടെൻഷൻ അടിക്കണ്ട, 4 വർഷം പറഞ്ഞു. സിമ്പിൾ ആയിട്ട് പറഞ്ഞു.
ആര്യ സംസാരിക്കുമ്പോൾ എക്കോ വരുന്നുണ്ടല്ലേ? യെസ്. ഓക്കെ, ഇനി ആരാ പറയാൻ പറ്റുന്നത്? ഞാൻ ആരുടെ പേര് പറയുന്നില്ല. ഇനി ആരാ നെക്സ്റ്റ്? ഞാൻ പറയാമെന്ന് പറഞ്ഞ് പറയാവുന്ന ആരാണ്? കീർത്തന അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. AK അമ്മു പറഞ്ഞോളൂ. അമ്മു, വെരി ഗുഡ്. പറയട്ടെ സാർ. യെസ്, carry on. I got 6 o'clock at morning and washed my face and I make coffee and my baby wake up and I sir and ഓക്കെ, ഇല്ല അവിടെ നിങ്ങോട്ട് പോന്നോ? അതിനടുത്തിലോട്ട് പോന്നോ? വിഷയം വന്നു. അത് കഴിഞ്ഞ 1 അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങളിലോട്ട് പോന്നോ? and I make chapati and then I eat breakfast and I came attend the class. ഓക്കെ അമ്മ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മുടെ ടെൻഷൻ കൊണ്ടായിരിക്കാം അമ്മ പറഞ്ഞപ്പോ പ്രസന്റേജ് ആയിപ്പോയി. ഐ ഈറ്റ് പാസ്റ്റേഴ്സിലോട്ട് കൊല്ലാം. ഐ മേക്ക് ചപ്പാത്തി പാസ്റ്റേഴ്സിൽ മേടി ചപ്പാത്തി പാസ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞു പോയ സംഭവം. നോ പ്രോബ്ലം. പറഞ്ഞോളൂ കീർത്തന, പറഞ്ഞോളൂ. I got up in 6:30. Then went to kitchen and prepared food. Okay. Then prepared to went to school in my kid. Yes. Then went to market and brought fish. Yes. Then came home and joined my class. Yes. That is all. Okay, here's the correct pattern. Very good. Okay. Alvin Binoy ഉണ്ടെന്ന്? ആൽബിൻ ബിനോയ് ഇല്ല. ഓക്കെ, യെസ്. അടുത്തതാരാണ് പറയേണ്ടത്? സാർ ഞാൻ പറയാം. യെസ്, പറഞ്ഞോളൂ. റിബില അല്ലേ? യെസ്, പറയൂ. I get up 6 o'clock at morning. Yes. I brush my teeth and I prepare breakfast. Okay. Then saving my family members and me. And cleaning house and washing my clothes. Yes. And attend 10:30 smart classroom. Okay. അപ്പൊ റിബില, ഞാൻ വേറൊരു കാര്യം റിബിലോട് പറയണം. ഒന്ന് ആലോചിച്ച് വെച്ചു. അതായത് ഇതിപ്പോ നമുക്കിപ്പോ ഒരു ഫ്ലോയിലിങ്ങനെ പറയണം. അപ്പൊ ഇങ്ങനെ പറയണം, റിബിലയുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ഇൻസിഡന്റ് ആലോചിക്കുക. ചിലപ്പോൾ ഇത് കോമഡി ആയിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല ട്രാജഡി ആയിരിക്കും. വാട്ടവർ പുറത്ത് പറയാൻ പറ്റുന്ന കാര്യം ആലോചിച്ചു. ദാറ്റ് ഈസ് ഓൾറെഡി ഹാപ്പൻ, സംഭവിച്ചു കഴിഞ്ഞതാണ്. അത് രജില പറയുന്നു. വൺ ഡേ I was going to college and I was returning from college. Then what happened? അല്ലെങ്കിൽ when I entered my house, I saw some people inside of my house. I was shocked. അല്ലെ, കഴിഞ്ഞു പോയ ഒരു സംഭവം, already happened, but it is an unforgettable incident in your life. അത് നിങ്ങളെ സംബന്ധിച്ച് മറക്കാനാവാത്ത ഒരു സംഭവം. പിന്നീട് ആലോചിക്കുമ്പോൾ ചെയ്ത് തോന്നിയിട്ടുണ്ടൊക്കെ ശരിയാണ്, പക്ഷെ അന്ന് എനിക്കത് ഒരു വളരെ ഞെട്ടിപ്പിക്കുന്ന അങ്ങനെ ഒരു ഇൻസിഡന്റ്. ഞാനിപ്പോ പറഞ്ഞപ്പോ റിബില എന്ന് പറയുന്ന പേര് പറഞ്ഞെങ്കിലും ഓരോരുത്തരും ഇങ്ങനെ ആലോചിക്കുക, നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ദ മോസ്റ്റ് അൺഫോർഗറ്റബിൾ ഇൻസിഡന്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ഇതുവരെയുള്ള പ്രായത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കോമഡി ആയിരിക്കും,
ചിലപ്പോൾ ഒരു അബദ്ധം പറ്റിയതായിരിക്കും. അപ്പൊ ദാറ്റ് ഇസ് ഓൾറെഡി ഹാപ്പൻഡ്. കഴിഞ്ഞു പോയ സംഭവം ഒക്കെ നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറയാം. ഓൾറെഡി കഴിഞ്ഞു. ചിലപ്പോൾ കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷമോ നടന്ന സംഭവം ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടാ. ഇന്ന് രാവിലെ നടന്ന സംഭവം നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ വർഷം നടന്നു അതേ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റില് പല ചെറിയ ചെറിയ സെന്റൻസുകളായിട്ട് പറഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ഇനി ആരാണ് പറയുന്നത് അടുത്തത്? Who is next? ആരും മാറി നിൽക്കലേ മക്കളെ. Come on, come forward. സിമ്പിൾ പാസ്റ്റില് നിങ്ങളുടെ വീട്ടിൽ നടന്ന ഇന്ന് നടന്ന അല്ലെങ്കിൽ ഇന്നലെ നടന്ന സംഭവം. യെസ്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സുഹൃത്തും മൊത്തം സിനിമയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോട്ടിലോട്ടോ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നടന്നൊരു സംഭവം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു. One day I went with my friend to a beach. അതാ, അപ്പൊ അത്രമേ കറക്റ്റ് ആയി. ഞങ്ങള് സുഹൃത്ത് ബീച്ചിലേക്ക് പോയി. Then I saw, അപ്പൊ ഞാൻ കണ്ടു എന്തുവേണമെങ്കിലും കാണാം. A cute family, father, mother and 2 children. അച്ഛനുണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, 2 പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് പിന്നെ എന്തെങ്കിലും കണ്ടോ ഇൻസിഡന്റ്? അങ്ങനെ നിങ്ങൾ വാട്ട് എവർ യു സോ ഷുഡ് ബി എക്സ്പ്ലെയിൻഡ്. എന്താണ് നിങ്ങൾ കണ്ടത് അതിനെ കുറിച്ച് പറയാം. അല്ലെങ്കിൽ വാട്ട് യു എക്സ്പീരിയൻസ് അനുഭവിച്ചതിനെ കുറിച്ച്. യെസ്, ഇതിനെ കുറിച്ച് ആലോചിച്ചൊന്നും പോകണ്ട. നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത് തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. യെസ്, ഓക്കെ. ഇനി ആരാണ് പറയുന്നത്? Who is next? ഞാൻ തന്നെ പറയണോ ഓരോരുത്തരുടെ പേര്? യെസ്, മെന്റലി പ്രിപ്പയർഡ് ആവൂ, റെഡി ആവൂ. രശ്മി ഇല്ല. യെസ്, രശ്മിയെ കാണാനില്ല. സൗമ്യ. യെസ്, കീർത്തന. കീർത്തന നേരത്തെ വന്നതാണ്, അപ്പൊ പിന്നെ കുറച്ച് സമയം തരാം. യെസ്, പിന്നെ വേറെ സൂര്യ. സൂര്യ. ഹലോ സാർ. പറഞ്ഞോ. ഈ കഴിഞ്ഞ 30 വർഷത്തെ വൈവാഹിക ജീവിതത്തിന്റെ ഉള്ളിൽ സൂര്യക്ക് മറക്കാനാവാത്തൊരു ഇൻസിഡന്റ് ഏതാണ്? ആലോചിക്കാൻ സമയം വേണോ? വേണം സാർ. അപ്പൊ അതിന്റെ അർത്ഥം മറക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല സംഭവം, ഓരോ ഒറ്റ റേറ്റിൽ പോയതല്ലേ. അതിൽ നിന്ന് പറയണം മറക്കാൻ പറ്റാത്തേക്ക് മാറ്റണം. അതിന് കുറച്ച് സമയം വേണം. ഓക്കെ, ചിന്തിച്ചോളൂ. ഓക്കെ. സ്വപ്ന. യെസ്. ഓക്കെ രമ്യ. ഓക്കെ, കുഴപ്പമില്ല. രമ്യ കുഴപ്പമൊന്നുമില്ല. രമ്യ പറഞ്ഞോളൂ. അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ എന്തെങ്കിലും പറയാലോ. യെസ്. When I went to Mysore last year, what happened there? Or the funny incident that happened there? Or the tragedy that happened there? Okay. Whatever it may be, അതിനെ കുറിച്ച് ആലോചിച്ചോളൂ. യെസ്. അപ്പോ സ്വപ്ന കാണുന്നില്ല. നിഷിത. യെസ്. പറഞ്ഞോളൂ നിഷിത ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവം, അല്ലെങ്കിൽ ഇന്നലെ നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റ് പറയും, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റ്. ഓക്കെ അനുപമ കറക്റ്റ്. അദ്ദേഹത്തിന്റെ സ്പെല്ലിംഗ് മാറ്റിയിട്ടാ മതി. THER ഇത് ഇറക്കിയാൽ മതി. ഓക്കെ. Yesterday I got up in 7 o'clock. Yes. Then washed my face and drank water. Brush my teeth after 10 minutes. Yes. And then ate breakfast. Okay. Then went temple. Yes. അത്രയുള്ളൂ സാർ. I prayed to God. Goddess. അത് വിളിച്ചാലോ വേണ്ട സെന്റൻസ് അവിടെ പോകണ്ട. എന്താണ് സാർ? ഓക്കെ,
അവിടെ ചെന്നിട്ടുള്ള സംഭവങ്ങൾ പറയോ? ഓക്കെ, രസമുണ്ട് കേട്ടോ. ഐ വെന്റ് ടു ടെമ്പിൾ, ഐ മെറ്റ് മൈ ഓൾഡ് ഫ്രണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Thank ഓക്കെ, you, sir. Sir, ഞാൻ പറയട്ടെ. ഓക്കെ ഓക്കെ. രശ്മി വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിയാക്കട്ടെ. നമ്മളുടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ കഴിഞ്ഞില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, പറഞ്ഞുകൊണ്ടിരുന്നത് ആരായിരുന്നു? സൂര്യ എഴുതിയില്ലേ? യെസ്, സൂര്യ കംപ്ലീറ്റ് ആയോ? സൂര്യ അല്ലല്ലോ പറഞ്ഞത്, നിഷിതയാണ് പറഞ്ഞത് അല്ലേ? നിഷിത. നിഷിതയാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. കംപ്ലീറ്റ് ആയോ നിഷിത? കംപ്ലീറ്റ് ആയി സർ. അതെ അതെ, കോൺഫിഡൻസ് വരുന്നില്ല സംസാരിക്കുമ്പോൾ. അത് വരട്ടെ, അതിന് ലെവല് വരട്ടെ. അപ്പൊ ഓരോ പ്രാവശ്യം നിങ്ങൾ ചിന്തിക്കുക. ഇപ്പൊ ഞാൻ 2 സെന്റൻസ് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം 4 സെന്റൻസ്, അതിന്റെ അടുത്ത പ്രാവശ്യം ഞാൻ അടുത്ത 4 എന്നുള്ളത് 8 ആക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ 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 കയറി കയറി വരും. നമുക്ക് എന്താ പറയാ, ഒരു ജോലി കിട്ടുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പൊ നമ്മുടെ പെർഫോമൻസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമുക്ക് പറയാൻ പറ്റണം. വി ഷുഡ് ഹാവ് ദ കറേജ് ടു സ്പീക്ക്. പ്രസംഗിക്കാനായിട്ട് പരിശീലനം കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്. സാധാരണഗതിയിൽ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന എല്ലാവരും മണ്ടന്മാരാണെന്ന് വിചാരിക്കുക. അല്പം ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണെന്ന് വിചാരിക്കുക. എന്നിട്ട് അങ്ങനെ പറയും. കാരണം അതല്ലാതെ ചിന്തിച്ചില്ലെങ്കിൽ കുഴപ്പം. താഴേക്ക് നോക്കുമ്പോൾ പഠിപ്പിച്ച ടീച്ചർ ഇരിപ്പുണ്ട്, വീട്ടിലുള്ളവരിപ്പുണ്ട്, അങ്ങനെ പല ആളുകളും നിങ്ങൾ ഫേസ് കാണുമ്പോൾ ടെൻഷൻ വരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചിന്തിക്കുക. പിന്നെ ആരുടെയും കണ്ണുകളിലേക്ക് നോക്കരുത്. കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പതറിപ്പോകും. അതുകൊണ്ട് എല്ലാവരുടെയും നെറ്റികളിലേക്ക് നോക്കുക. നെറ്റികളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ആരെയാണോ നോക്കുന്നത് അയാൾക്ക് കണ്ണിലാണെന്ന് തോന്നുകയും ചെയ്യും. നമുക്ക് കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ടെൻഷൻ അതിന് കുറയ്ക്കാനും പറ്റും. പിന്നീട് ഭാവിയിൽ ഇതൊക്കെ മാറ്റാം. തുടക്കക്കാരോട് അടുത്ത് പറയുന്നത്. അപ്പൊ നെറ്റികളിലേക്ക് നോക്കുക, നെറ്റികളിലേക്ക് നോക്കി സംസാരിക്കുക. അപ്പോ ഫേസിൽ നോക്കുന്ന പോലെ ഉള്ള ഫീലിങ്സ് വന്നോളൂ. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞ പോലെ നിഷിത ധൈര്യമായിട്ട് അവലംബിക്കുക. ഇനി അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ നമുക്കിത് പറയണ്ടേ, 4 പേരുടെ മുന്നിൽ വെച്ച് നമുക്ക് പറയണ്ടേ. ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജോലി കിട്ടണോ വേണ്ടയോ, നമുക്ക് ജോലി തരണമോ വേണ്ടിയോ നമ്മുടെ ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റണം. യെസ്, ഇതൊക്കെ റെഡി ആയിരിക്കും, എക്സ്പെർട്ട് ആയിരിക്കും, ഇതൊക്കെ ആയിരിക്കും. അങ്ങനെ ജോലി കിട്ടിയെങ്കിലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് കടന്നു കിട്ടണ്ടേ. യെസ്, ഓക്കെ. അപ്പൊ രമ്യ കിരൺ ധൈര്യമായിട്ട് വന്നിരിക്കുന്നു. ഐ അപ്രീഷിയേറ്റ് യു. പറയൂ രമ്യ. രമ്യല്ലേ? രശ്മിയാണ് വന്നല്ലേ? സോറി, രശ്മിയല്ലേ പറഞ്ഞത്? രശ്മി. Hello. Sir. പറഞ്ഞു രശ്മി. Sir. Yesterday, me and my son decided to go grocery shopping. Yeah. We went to a nearby supermarket. We bought groceries, toiletries, and some of his favorite snacks. Yes. My son thought of an idea to buy a Christmas tree. Yes. Oh, very good. So we headed towards the mall. Yes. At the entrance, we found a variety of Christmas trees of different sizes displayed for purchase. Oh, yes. Very good. Although costly, we bought a cheaper one. Yes. We also bought accessories to enhance the Christmas tree, Yes. Very good. like balls, stars, Santa, angels, neon lights, etc. Yes. We headed back home and set up our tree. Yes. It looked very cute. Yes. Thank you, sir. Oh, very good. Very good. Rashmi, നന്നായിട്ടുണ്ട്. Okay, very good. Very good. അത് മതി. Very good. Very good. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം കണ്ട, അതുപോലെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം. ഓക്കെ ഓക്കെ. ഇതാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. വൈകുന്നേരം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇന്ന് നടന്നൊരു സംഭവം ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും. പറയാതെ ഇത് കാര്യം നടക്കില്ല. പറയണം. പറയാതെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്, അപ്പൊ നമുക്ക് നേരത്തെ ഒരു അവസരം കൊടുത്ത ഒരാളുണ്ട്, അത് ഞാൻ വിളിക്കാട്ടോ. ഓക്കെ, ആരെയാണ്? സൂര്യന്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾക്ക് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ്. ആ സിമ്പിൾ പാസ്റ്റിൽ തന്നെ
നമുക്ക് ചിലപ്പോ ചില നെഗറ്റീവായ കാര്യങ്ങൾ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള. ഇപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ വസ്ത്രം അലക്കുന്നതാണ്, ഇന്ന് അലക്കിയിട്ടില്ല. അപ്പോ ഐ ഡിഡ് നോട്ട് വാഷ് എന്ന് പറയണം. എന്ത് പറയണം അവിടെ? ഡിഡ് നോട്ട്. ഡിഡ് നോട്ട് പറയുമ്പോ ഓക്കെ രമ്യ, വെരി ഗുഡ്. വെള്ളത്തിലോട്ട് വീണത് അബദ്ധമായി പോയി, എഴുതിയത് ഭംഗിയായിട്ട്. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കിപ്പോ ഒരു സംഭവം നടന്നിട്ടില്ല, ചെയ്തിട്ടില്ല, ആ ഒരു കാര്യം പറഞ്ഞായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോ പോയി. യെസ്, അത് തന്നെ. നമ്മൾ എല്ലാ ദിവസവും രാവിലെ വസ്ത്രം അലക്കുന്നതാണ്, പക്ഷെ ഇന്ന് നമ്മൾ അലക്കിയിട്ടില്ല, തിരക്കൊണ്ട് നമ്മൾ അലക്കിയില്ല. അപ്പൊ നമ്മൾ ഐ ഡിഡ് നോട്ട് വാഷ് എന്ന് പറഞ്ഞാൽ മതി, വാഷ് എന്ന് പറയണ്ട. കാരണം ഡിഡ് കഴിഞ്ഞാല് പിന്നെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടും. അപ്പൊ ഡിഡ് പ്ലസ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെന്റതാണ്. ഡിഡ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുക്കുന്നതാണ്. ഡിഡ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ വിലാസ്, ഓക്കെ സ്വപ്ന കറക്റ്റ് ആണ്. അപ്പൊ ഡിഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെന്റുന്നാണ്. ഓക്കെ, ആ രീതിയിൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് ടെൻസ് ആണ്. പക്ഷെ അതിന് മുന്നിൽ എന്ത് ചേർക്കണം? ഡിഡ് നോട്ട് ചേർക്കണം. ഡിഡ് നോട്ട് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പാസ്റ്റ് ടെൻസിന്റെ മീനിങ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ പിടികിട്ടിയാല് ഞാൻ എനിക്ക് പറയാം, ഐ ഡിഡ് നോട്ട് റൈഡ് ബൈസൈക്കിൾ ടുഡേ. ഇന്ന് ഞാൻ സൈക്കിൾ ചവിട്ടിയിട്ടില്ല. ഐ ഡിഡ് നോട്ട് ഡ്രിങ്ക് ഡ്രാങ്ക് എന്ന് പറയുന്നത് ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസേ പറയാവൂ, പക്ഷെ അർത്ഥം പാസ്റ്റ് ടെൻസിലുള്ളതായിരിക്കും. ഐ ഡിഡ് നോട്ട് ഡ്രിങ്ക് കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ ചായ കുടിച്ചിട്ടില്ല, ഞാൻ കുടിക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഐ ഡു നോട്ട് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ പോരത്, അപ്പൊ ഞാൻ പതിവായിട്ട് കുടിക്കാറില്ലതായിരിക്കും. ഐ ഡു നോട്ട് വരുമ്പോൾ ഞാൻ കുടിക്കുന്ന സ്വഭാവം എനിക്കില്ല, പക്ഷെ എനിക്ക് കുടിക്കുന്ന സ്വഭാവം ഉണ്ട്, ചായ കുടിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ല. ടുഡേ ഐ ഡിഡ് നോട്ട് ഡ്രിങ്ക് ദ ടീ. ടുഡേ ഐ ഡിഡ് നോട്ട് ടേക്ക് മൈ ബാത്ത്. ഇന്ന് ഞാൻ കുളിച്ചിട്ടില്ല. ടുഡേ ഐ ഡിഡ് നോട്ട് സീ ഹിം. ഞാൻ എന്നും അവനെ കാണാറുണ്ട്, ഇന്ന് ഞാൻ അവനെ കണ്ടില്ല. കണ്ട ഇങ്ങനെ. യെസ്, ഐ ഡിഡ് നോട്ട് ഗോ ബട്ട് ഏർലി. ഓക്കെ, യെസ്. നെക്സ്റ്റ് നമുക്കങ്ങനെ ഡിഡ് നോട്ട് കഴിഞ്ഞാല് ഉപയോഗിക്കേണ്ട ടെൻസ് ഏതാണ്? പ്രസന്റ് ടെൻസ് ആണ്. പക്ഷെ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ നെഗറ്റീവ് ആണെന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഐ വെന്റ്, ഞാൻ പോയി. ഞാൻ പോയിട്ടില്ല എന്നാണെങ്കിൽ ഐ ഡിഡ് നോട്ട് ഗോ എന്ന് പറഞ്ഞു, ഞാൻ പോയിട്ടില്ല. ഐ ഡു നോട്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കീർത്തന, ആ ഡിഡ് നോട്ട് കഴിഞ്ഞാൽ ING പാടില്ല, ഗോ എന്ന് മതി. യെസ്, ഓക്കെ രമ്യ കറക്റ്റ് ആണ്. യെസ്, അപ്പൊ നോക്കി, ഐ വെന്റ് ഞാൻ പോയി, ഞാൻ പോയിട്ടില്ല എന്നാണെങ്കിൽ ഐ ഡിഡ് നോട്ട്. യെസ് ഷഫീറ കറക്റ്റ് ആണ്. ഐ ഡിഡ് നോട്ട് ഗോ എന്ന് പറഞ്ഞാൽ മതി, ഡിഡ് നോട്ട് ഗോ. യെസ്, ഓക്കെ ഓക്കെ സുബു, ഓക്കെ. യെസ്, ഐ ഡിഡ് നോട്ട് അഗ്രി. യെസ്, അപ്പോ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ അനീഷ, ഓക്കെ കറക്റ്റ്. അർച്ച, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം, ജിനി കറക്റ്റ്. സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അന്ന് മാത്രം നമ്മൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് ഡിഡ് നോട്ട് ഉപയോഗിച്ച് പറയും. ശരീര കറക്റ്റ് ആണ്. യെസ്, വാട്ടർ എന്നാക്കാം, WAT. ഓക്കെ, യെസ്, ഐ ഡിഡ് നോട്ട് അറ്റൻഡ് ഓൺലൈൻ ക്ലാസ് യെസ്റ്റർഡേ. ഓക്കെ, ഐ ഡിഡ് നോട്ട് ഡ്രൈവ് മൈ സ്കൂട്ടി. ഓക്കെ അശ്വതി കറക്റ്റ് ആണ്. ഡിഡ് നോട്ട് ഈസ് ദ പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പാസ്റ്റ് ടെൻസിന്റെ നെഗറ്റീവ് ആണ് ഡിഡ് നോട്ട്. ഓക്കെ, അപ്പൊ ഞാനിനി വീണ്ടും അടുത്തൊരാളെ ക്ഷണിക്കുകയാണ്. ഓക്കെ രമ്യനെ തന്നെ വിളിക്കുന്നത്. രമ്യ കിരൺ. രമ്യ. Hello, sir. യെസ്, വെരി ഗുഡ് രമ്യ. രമ്യ എന്നും ചെയ്യുന്നതും എന്നാൽ ഇന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് ചെയ്യാൻ പറ്റാതിരുന്നതുമായ കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഈ 12:05 വരെയുള്ള സമയത്തിനുള്ളിൽ, അതൊന്ന് പറഞ്ഞേ. Okay, sir. ഒന്നാലോചിച്ചിട്ട് പറയാം. I did not
I did not clean my house, Okay. and Okay, Anupama? I did not walk my dog. Okay, Surya? I did not walk with my dog. Okay. Ah. ശരിയാണ്, ഇന്ന് പോകാറുണ്ടായിരുന്നു പട്ടിയുമായിട്ട്, ഇന്ന് പോയിട്ടില്ല. ഓക്കെ, ഐ ഡിഡ് നോട്ട് വാക്ക് വിത്ത് മൈ ഡോഗ്. പൊസിഷൻ ഒക്കെ നമുക്ക് കൂടെ വരേണ്ട, ഞാൻ ഇതൊന്നും റെഡി ആയിട്ട് അങ്ങനെ പോവാം. Okay, sir. പറഞ്ഞോളൂ. സൂര്യ ഓക്കെ, അമ്മു ഓക്കെ? യെസ്, രമ്യ ഒന്ന് ആലോചിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, ആലോചിക്കുന്ന സമയം തന്നിരിക്കുന്നു. ഓക്കെ, ആലോചിച്ചു. ഈ ആർക്കാണ് പറയാൻ ഇന്നലെ നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റിയില്ല? ഓക്കെ, ജസ്റ്റ് കറക്റ്റ് ആണ്. ഇന്നലെ നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചു. യെസ്, അലീഷ പറയൂ. അലീഷ. I did not call my sister. I did not call my Sister. Okay. And I did not not exercise. ചെയ്തില്ല. I did not do the exercise. Yes. Okay. ചെയ്യാന്നുള്ളത് do നൽകാം. Okay. പിന്നെ I did not practice my yoga. ഇന്ന് ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്തില്ല. യെസ്, എടാ കിടക്കല്ലേ? I did not see the sunset. Okay. രശ്മി പറഞ്ഞോ. ഇന്നലെ ചെയ്യാതിരുന്ന കാര്യം. I did not pray. അഭിരാമി ഓക്കെ. I did not pray. ജിനി രണ്ടുപേരും വന്നില്ല. നിങ്ങൾ രണ്ടുപേരും മനസ്സൊന്നാണ്. ഒരു സെന്റൻസ് മുന്നിലും പുറകിലായിട്ട് വന്നു. I did not speak English. വലിയ കുട്ടി കറക്റ്റ് ആണ്. Can I do it, sir? Okay, you start. അപ്പൊ രമ്യ ആലോചിച്ചോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. I will give you after 5 minutes. Okay. I did not visit my parents yesterday. Yes. I did not purchase any medicine yesterday. Yes. I did not attend online class yesterday. Okay, Ammu, attend spelling correct. I did not come to Mysore yesterday. Yes. Okay, sir. Okay, very good, Savita, very good. Similar to പറഞ്ഞു. Okay. I had a function yesterday, but I did not take biryani. Yes. കുഴപ്പമില്ല. ഇന്നലെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, ബിരിയാണി എടുത്തില്ല. ഓക്കെ, ഫാത്തിമ. യെസ്, കീർത്തന പറഞ്ഞോളൂ. കീർത്തന പറഞ്ഞോളൂ. I did not go to hospital to consult my kid. Nice. I did not cooking dinner. ING ചേർക്കണ്ട. Did not cook. Cook dinner. I am not well. പറഞ്ഞോളൂ. അനുപമ, രശ്മി കറക്റ്റ് ആണ്. രണ്ട് സെന്റൻസ് ഉണ്ടോ കീർത്തന? ഇനി എന്തെങ്കിലും? യെസ്. ഓക്കെ, ശരിയാണ്, പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനി ആർക്കാ പറയേണ്ടത്? ഡിഡ് നോട്ട് വെച്ച് I did not go to Kudumbasri. Okay, Rimiya. I did not call my mother-in-law yesterday. I did not see my wife yesterday. I did not go to my sister's house. Okay. Yes, I did not go out with my child yesterday. Okay, Shabina, correct. Yes, correct. Negative ആയിട്ടുള്ള വാചകം. I did not വിഷയം പറഞ്ഞു. Okay. അപ്പോ ഇനി ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡിഡ് നോട്ട് എവിടെ ഉപയോഗിക്കണം, എപ്പോഴാണ് ഈ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നത്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഐ ഡിഡ് നോട്ട് ഗോ ടു ഗ്രോസറി സ്റ്റോർ യെസ്റ്റർഡേ. ഓക്കെ, സൂര്യ കറക്റ്റ് ആണ്. യെസ്. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് വെൽ യെസ്റ്റർഡേ. ഓക്കെ, അനക്ക വെരി ഗുഡ്. ഐ ഡിഡ് നോട്ട് എഴുതിയത് വെരി ഗുഡ്. ഇല്ല, ഉറങ്ങാതിരുന്നത് കഷ്ടം. ഓക്കെ, ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് വെരി വെൽ. ഓക്കെ, ഇനി അടുത്തത്
Yes. I did not take my medicine yesterday. Okay, Ramya? Yes. Bindu Binu. Bindu Binu. Bindu Binu illa. Nishida, I did not do the mock test. Okay, Nishida, correct. Yes. Oh, മനസ്സിലായല്ലോ. I did not clean my bathroom yesterday. അപ്പൊ ING കളയ റിബില എന്നിട്ട് ക്ലീൻ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. I did not go to പറയും. Did not even get വരുള്ളൂ പ്രസൻറ്റൻസ്. Actually, I did not travel at night. ഓക്കെ, ശരി 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 ശരി. അപ്പൊ ഡിഡ് നോട്ടിന്റെ ഉപയോഗം പിടികിട്ടിയല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ അതിൻ്റെ അകത്ത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. I did not read the newspaper. Okay. I did not attend the seminar. I did not clean my room. I did not study. I did. അപ്പൊ നമുക്ക് സ്റ്റഡി എന്നുള്ളത് മാറ്റിയിട്ട് ടീച്ച് നൽകാം. അനീഷ, I did not teach my children. Okay. പഠിപ്പിക്കാന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ. സ്റ്റഡി പഠിക്കുക എന്നാണ്, ടീച്ച് അല്ല. അപ്പൊ പഠിപ്പിക്കുക. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പോ നിങ്ങളുടെ പ്രകടനം കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ടാണ് നിങ്ങൾ പറയുന്നത്. തെറ്റൊന്നുമില്ല. I did not call my sister. ഓക്കെ, കറക്റ്റ് ആണ്. റിബില കറക്റ്റ് ആണ്. യെസ്. അപ്പൊ നോക്കി, നമ്മൾ പറഞ്ഞത് ഇപ്പൊ 2 ടെൻസ്. I did not watch TV. അതൊക്കെ കറക്റ്റ് ആണ്. സ്വപ്ന, I did not watch TV. I did not wash my dress yesterday. Okay, Abhinami, correct ആണ്. Yes. I did not travel at night with my husband. Okay, Fatima. I did not read newspaper yesterday. Vinaya, correct ആണ്. Yes. It's a correct answer. Okay. അപ്പൊ ഡിഡ് നോട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ അർത്ഥം കൂടെ ഒന്ന് മനസ്സിലാക്കി. പോയിട്ടില്ല, വന്നിട്ടില്ല. Yes. I did not attend the party. Okay, Safira. Okay. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. I did not call my husband yesterday. Okay, Sumida. I did not call my brother yesterday. Okay, Ammu. Yes. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്കിൽ ഒരു സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് വെറുതെയാണ് കൊടുക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ഒരു ഹെഡിങ് കൊടുക്കുക. SIMPLE, സിമ്പിൾ പ്രസന്റ്. PRESENT, സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. എന്നിട്ട് ആ സിമ്പിൾ പ്രസന്റ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ അടിയിൽ ഒന്ന് വരയ്ക്കും, അണ്ടർലൈൻ ചെയ്ത് സിമ്പിൾ പ്രസന്റ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തു, അതിന്റെ അടിയിൽ ഒരു അണ്ടർലൈൻ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടിയിൽ S plus V. S എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്, V എന്ന് പറഞ്ഞ വെർബാണ്. അതിന്റെ ഷോർട്ട് ഫോം നമ്മൾ എഴുതിയുള്ളൂ, S plus V. എന്നിട്ട് ആ വിയുടെ ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ് എന്ന് എഴുതിയിട്ടേക്കുക. പ്രസന്റ് ടെൻസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ നോക്കി, സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മൾ അതിനെന്ത് പറയുന്നു? സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നു. യെസ്. ഇനി അതിന്റെ നെഗറ്റീവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മൾ അതിന് ഒന്നില്ലെങ്കിൽ ഡു നോട്ട് ചേർക്കണം, അല്ലെങ്കിൽ ഡസ് നോട്ട് ചെയ്യണം. അത് സബ്ജക്ട് സിംഗിൾ ആണെങ്കിൽ ഡു നോട്ട്, ഡസ് നോട്ട് പ്ലൂറലാണെങ്കിൽ ഡു നോട്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇനി അതിന്റെ അടിയിൽ അടുത്ത് എഴുതിയിട്ടേക്കുക സിമ്പിൾ പാസ്റ്റ് ഹെഡിങ്. സിമ്പിൾ പാസ്റ്റ് അതിന്റെ അടിയിൽ ഒന്ന് വരച്ചേക്കുക സിമ്പിൾ പാസ്റ്റ്. യെസ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ വരച്ചു. ആ സിമ്പിൾ പാസ്റ്റിന്റെ അടിയിൽ എഴുതുക സബ്ജക്റ്റ് പ്ലസ് S plus V എന്ന് എഴുതുക. S plus V എന്ന് എഴുതിയിട്ട് ആ ബിയുടെ ബ്രാക്കറ്റിൽ പാസ്റ്റ് എന്ന് എഴുതിയിട്ടേക്കുക. PAST, പാസ്റ്റ്. യെസ്, പാസ്റ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഷാജി സാർ കറക്റ്റ് ആണ്. സബ്ജക്റ്റ് എഴുതുക, വെർബ് എഴുതുക, വെർബിന്റെ ഉപയോഗിക്കുക, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഇത്രയുമുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു. 2 ടെൻസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് എന്താണെന്ന് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ആ സിമ്പിൾ പ്രസന്റിനെ കുറിച്ചുള്ള കുറച്ച് വാചകങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്ഥിരമായിട്ട് നമ്മൾ ചെയ്ത കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അതിന്റെ നെഗറ്റീവ് പറഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാതിരുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തതാരാണ് ഒരു ധൈര്യമുള്ള ഒരാള്? യെസ്. അപ്പൊ നമുക്ക്
സൂര്യനെ തന്നെ വിളിക്കാം. സൂര്യ. സൂര്യ. യെസ്. സൂര്യ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിയക്കുട്ടി. മറിയക്കുട്ടി. മരിയക്കുട്ടി ഇല്ല. അമ്മു അജി. Sir. യെസ്. ഓക്കെ. അമ്മു അജി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ രശ്മി. അമ്മു അജി, ഞാനൊരു സിറ്റുവേഷൻ പറയുന്നു. ആലോചിച്ചിട്ട് മറുപടി പറയും. ചോദ്യം ഞാൻ ചോദിക്കുന്നത് അമ്മുവിനോടാണെങ്കിലും ചോദ്യം എല്ലാവരോടും കൂടിയാണ്. കേട്ടോ? അമ്മുവിന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് ഇഷ്ടമുള്ള പോലെയാണ്. SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടി. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫുൾ A+. അമ്മുവിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം പ്രതീക്ഷിച്ചില്ല. അപ്പൊ അമ്മു എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് അമ്മുവിന്റെ മൊബൈൽ ഫോണും ടെലിഫോണൊന്നും ഇല്ലാതിരുന്ന കാര്യങ്ങളൊന്നും വിചാരിക്കും, അല്ലെങ്കിൽ അതിപ്പോ വർക്കിംഗ് അല്ലാന്ന് വിചാരിക്കും. അപ്പൊ അമ്മു എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് കത്തെഴുതുകയാണ്. കത്തെഴുതിയിട്ട് ഈ വിവരം പറയാണ്. എന്റെ മകന് ഞാനൊരു സിറ്റുവേഷൻ ഇട്ടിട്ടുള്ളൂ, ബാക്കി അമ്മുവിന് എന്ത് ചേർക്കയില്ല. ഞാനൊരു സിറ്റുവേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താ പറയാ, ഗതാഗതത്ത് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഒരു വൺലൈനാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് സംഭവം. ഇവിടെ വേണമെങ്കിൽ അമ്മുവിന് ഇഷ്ടമുള്ള ചേർക്കാം. അത് അമ്മുവിന്റെ ഭാവനയാണ്. അമ്മു പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ പറയും അമ്മു വിട്ടുപോയ വല്ല പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ പറയാം അമ്മുവിനെ ഇന്നത് കൂടി ചേർക്കാമായിരുന്നു, ഇന്ന വിഷയം കൂടി അതിനകത്ത് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് അമ്മുവിനെ ബാക്കിയുള്ളവരൊന്ന് ഒബ്സർവ് ചെയ്യുക. ഞാൻ നീട്ടി പറയുന്നത് അമ്മുവിനെ ആലോചിക്കാൻ സമയം കിട്ടാൻ വേണ്ടിയാണ്. Your daughter has got a full A+ in SSLC examination. You are so happy. Your husband is very happy. Father and your mother and your relatives all are happy. വീട്ടിൽ ഇങ്ങനെ സന്തോഷം തിരതല്ലിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അതേ കൂടി പോകുന്ന എല്ലാ മനുഷ്യരോടും ഇനിയിപ്പോ എല്ലാ പട്ടിയെ ഇതിനോട് പോലും അമ്മ സന്തോഷം പറയണം. എന്റെ പോലെ ഫുൾ A+ എന്ന് പറയണം. യെസ്. അപ്പൊ ആ സന്തോഷത്തിലാണ് അമ്മ കത്തെഴുതുന്നത്. അപ്പോ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാനിപ്പോ വെറുതെ ഒരു പേര് പറഞ്ഞു, കീർത്തന. മൈ ഡിയർ കീർത്തന. ഇത് നമുക്ക് ഒഫീഷ്യൽ പ്രിന്റ് ലെറ്ററാണ്. മൈ ഡിയർ കീർത്തന എഴുതി. വാചകം എഴുതിയത് ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ. ഞാൻ ഈ കത്തെഴുതുന്നത് ടു ടെൽ അബൌട്ട് എ ഹാപ്പിയസ്റ്റ് ന്യൂസ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിലെ ഒരു സന്തോഷകരമായ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ പറഞ്ഞു പോകുമ്പോൾ അമ്മ ഉപയോഗിക്കണമെന്നില്ല. അതിന് അമ്മൂന്റെ സ്റ്റൈൽ ഉപയോഗിക്കാം. അമ്മൂന്ന് പറയാണ് ഞാൻ സന്തോഷം കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല, ഓടിച്ചാടി നടക്കുകയാണ്. ആ സമയത്ത് അമ്മ ഒരു കത്ത് എഴുതി കഴിഞ്ഞാൽ ആ കത്തിലെ വാചകങ്ങൾ എന്തൊക്കെ വരും, ഇഷ്ടമുള്ളത് അമ്മൂന് ചേർക്കാം. അത് അമ്മൂന്റെ എന്താ പറയാ ഇതിന് വിട്ട് തന്നെയാണ്, അധികാരത്തിനും എന്നോടൊപ്പം ചിന്തകൾക്ക് വിട്ടു തരികയാണ്. പറഞ്ഞോളൂ. Okay, sir. My dear best friend Kirtana, I'm so happy. ഞാൻ കീർത്തന പറഞ്ഞ സ്റ്റാർട്ടിങ് ഇട്ടതാണ്. അമ്മൂന് ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ. ഞാനിപ്പോ നോക്കിയപ്പോ കീർത്തന കണ്ടു കഴിഞ്ഞപ്പോ കീർത്തനയുടെ പേര് പറഞ്ഞു. ഓക്കെ, ഇഷ്ടമുള്ള ഫ്രണ്ട് കഴിഞ്ഞാൽ പറഞ്ഞു. Okay, കീർത്തനയോട് പറയാം. Okay, my dear best friend Kirtana, I'm so happy. I'm so happy. Wrote this letter for you, and I am. തെറ്റിക്കോട്ടെ, തെറ്റ് വിഷയമേ ആക്കണ്ട. ഇപ്പൊ ബുദ്ധിമുട്ട് എന്ന് പറയുന്നതിന് വേണ്ടി കിട്ടിയ ബുദ്ധിമുട്ടേഷൻ ആണ് പറഞ്ഞു. യെസ്, ഓക്കെ എന്ന് പറഞ്ഞ പോലെ തെറ്റ് ഒന്നും നോക്കണ്ട, പറഞ്ഞാൽ മതി. യെസ്, മിസ്റ്റേക്ക് ഈസ് നോട്ട് എ പ്രോബ്ലം. Okay. I'm so happy. I'm so happy this moment, and my child got an full A+ for his SLC exam, Yes. and
and we all family and enjoyed this moment and pray for him uh, and pray for him and I don't explain this happy moment for me. Yes. Happy for me and Yes. mm, and we are get small function for this uh, this This Sunday. this Sunday and inform uh, this good news for you. In, in, sir, invite ആണോ inform ആണോ ഞാൻ അറിയിക്കും. അറിയിക്കണമെങ്കിൽ ഇൻഫോം, ക്ഷണിക്കുകയാണെങ്കിൽ ഇൻവൈറ്റ്. Oh, I invite for you this function the next Sunday, and you and your family came this your അല്ല ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? your family and attend this function and Yes. and bless my child. Yes. You faithfully. Yes. US ലവിങ്ങിലി പേര് എഴുതി ഒപ്പിട്ടു. ഓക്കെ, അമ്മൂനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മൂനെ ആലോചിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മൂന് ഉത്തരം പറഞ്ഞു, മാറി ഇരിക്കാണ്ട് ഉത്തരം പറഞ്ഞു. ആ ഒരു നല്ല മനസ്സിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഐ കൺഗ്രാജുലേറ്റ് യു. രണ്ടാമത് ഒരു കാര്യം പറഞ്ഞത്, അമ്മുവിന്റെ ഭാവനക്കനുസരിച്ച് പറയാമെന്ന് ഒരു സാധനം എടുത്തിട്ടു. വി ആർ കണ്ടക്ടിങ് എ ഫംഗ്ഷൻ. ഓക്കെ, വെരി ഗുഡ്. അത് അമ്മുവിന്റെ ക്രിയേറ്റിവിറ്റി ഞാൻ അഭിനന്ദിക്കുന്നു. വി ആർ കണ്ടക്ടിങ് എ ഫംഗ്ഷൻ on the occasion of the celebration. I also invite you for the party. You and your family should come and bless my child. അപ്പോ ഇനി ഞാൻ ചോദിക്കുകയാണ്, അമ്മുവിന് വേണമെങ്കിൽ, അപ്പൊ അമ്മു ഇത് പറഞ്ഞ കൈ നീട്ടതാണ്, ഒരു ഫംഗ്ഷൻ വെക്കുന്നത്. ഇനി അമ്മുവിന് വേണമെങ്കിൽ ചങ്കായിട്ടുള്ള ഫ്രണ്ടിനോടല്ല പറയുന്നത്, അവിടെ പറയാമായിരുന്ന വേറെ ഒരു കാര്യം, ഇന്ന കാര്യം കൂടി പറയാമായിരുന്നു, അത് ഇന്നത് കൂടി പറയാമായിരുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയ ഒരു കാര്യമുണ്ടോ? ഇന്ന കാര്യം കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയോ? സാർ ഒരു ലെറ്റർ എഴുതുമ്പോ ഫസ്റ്റ് ഹൗ ആർ യുവർ ഫാമിലി അതൊക്കെ ചോദിക്കാമായിരുന്നു അല്ലേ. അപ്പൊ റീത്ത അല്ല, നമ്മുടെ റബീല പറയുന്നത് നേരിട്ട് കത്തിലേക്ക് കടക്കാതെ വീട്ടിലുള്ളവർക്ക് സുഖമല്ലേ, ചാച്ചന് സുഖമല്ലേ, അതൊക്കെ ചോദിക്കാമായിരുന്നു, അതൊക്കെ ചെയ്യാമായിരുന്നു, ഹോപ്പ് യുവർ ഫൈൽ എന്നുള്ളതൊക്കെ കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് റബീല പറഞ്ഞത്. അത് കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും, ഓക്കെ, അത് സമ്മതിച്ചു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും, യെസ്, നിങ്ങളുടെ ഭാവനകൾ ഉണരട്ടെ. ഒരു സിറ്റുവേഷൻ അല്ലേ പറയണേ, അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഉള്ളിലുള്ള കലാകൃതിയോ അങ്ങനെ പുറത്തേക്ക് വരട്ടെ. യെസ്, പറയൂ. അനീഷക്ക് എന്ത് തോന്നി? അനീഷ, അനീഷ പറയുന്നത് കേൾക്കുന്നില്ല. മരിയക്കുട്ടി, I'm not expected this. അനുപമ പറഞ്ഞോളൂ. അനുപമ പറയൂ. I'm not expected this from I her. did not expect it. Okay. Okay. I did not expect such a victory in my son's case. Okay, ശരി. Because I know that my son is an average in intelligence. ബുദ്ധിയിലെ ഒരു ആവറേജ് ഉള്ളൂ. I did not expect him such a marvelous victory in his examination. Okay, അത് പറയാം. പിന്നെ ഒരു ഇൻസിഡന്റ് ഞാൻ ചോദിച്ചത്. യെസ്,
അപ്പോ ഞാൻ ഈ വിഷയം നിങ്ങളുടെ പരിഗണനയ്ക്കായിട്ട് വിടുകയാണ്. ഇത് എന്നും പറയുന്ന പോലെയല്ല, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഇതൊന്ന് പ്രിപ്പയർ ചെയ്യുക മനസ്സിൽ. എന്തെല്ലാം ഇൻസിഡന്റ് ഇപ്പൊ ഇവിടെ നമ്മള് അമ്മു പറഞ്ഞത് കൂടാതെയുള്ള കുറെ പോയിന്റുകൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അത് നിങ്ങളുടെ ഭാവനയാണ്. ഞാനൊരു തോട്ടിട്ട് തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എന്റെ ആഗ്രഹം എന്റെ മകനെ ഒരു ഡോക്ടർ ആക്കണമെന്ന്. കേട്ടോ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആഗ്രഹങ്ങളോട് നിങ്ങൾക്ക് പറയണ്ട. ഒരു സംഗതി ഞാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടി ഇതിന്റെ അടുത്ത് വിട്ടുപോയി. അപ്പൊ ഒരു തോട്ട് എടുത്ത് തരുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആഗ്രഹം പറയാം. ഇനി നമ്മൾ പറഞ്ഞത് കീർത്തനയോടാണ്. കീർത്തനയുടെ മകൻ ഡോക്ടറിനാണ് പഠിക്കുന്നത്, ഡോക്ടർ ആവാനാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവിടെ കുറച്ച് സംശയങ്ങൾ ചോദിക്കാം. എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കീർത്തന വർക്ക് ചെയ്യണത് ഒരു ബാങ്കിലെ മാനേജറായിട്ടാണ്. ഇപ്പൊ കീർത്തനോട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ച് വേണമെങ്കിൽ സംസാരിച്ചു വെക്കാം. അതല്ലെങ്കിൽ പഠിക്കാം, ഇപ്പൊ അവൻ SSLC പാസ്സായി, ഐ ആം ഇൻ എ ടോട്ടൽ കൺഫ്യൂഷൻ, ഐ ഡോണ്ട് നോ ടു വിച്ച് കോളേജ് ഫോർ ഹയർ സ്റ്റഡീസ്, നിന്റെ അഭിപ്രായം എന്താണ്? അത് നമുക്ക് ചോദിക്കാം. അങ്ങനെ കീർത്തനെ കൊണ്ടല്ല കുട്ടികള്. അപ്പൊ ആ കുട്ടികളുടെ പഠിക്കുന്ന കാര്യവുമായിട്ട് കമ്പയർ ചെയ്ത് ചോദ്യം, അങ്ങനെ നിങ്ങളുടെ ചിന്തകൾക്ക്, നിങ്ങളുടെ ഭാവനയ്ക്ക് വിട്ടുതന്നെയാണ്. അല്ല, കീർത്തനെ വേറെ ലെറ്റർ എഴുതിയാൽ മതി. കീർത്തന വേണമെങ്കിൽ മൈ ഡിയർ അമ്മൂന്ന് പറഞ്ഞിട്ട് വേറെ എഴുതിക്കോട്ടെ. യെസ്, ഓക്കെ. വി ഡു നോട്ട് ഫോഴ്സ് അവർ ചിൽഡ്രൻ ടു ഫുൾഫിൽ അവർ ഡ്രീം. അവരുടെ സ്വപ്നത്തിൽ വിട്ടേക്കാം. നമുക്ക് പക്ഷേ ചില ചാലുകൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തീരുമാനങ്ങൾ പിള്ളേരെ പറയുമ്പോൾ അവർക്ക് ശരിയും തെറ്റും നമുക്ക് പറഞ്ഞു കൊടുക്കാം. ചാനലൈസ് ചെയ്യാം. അവരുടെ ചിന്തകൾ എന്നൊക്കെ പറഞ്ഞാൽ ആ 15 വയസ്സിന്റെ ചിന്തകളല്ലേ ഉള്ളൂ. നിങ്ങളെന്ന് പറയുമ്പോൾ എത്രയോ എക്സ്പീരിയൻസും മറ്റുള്ളവരുടെ അനുഭവവും സ്വന്തം അനുഭവമുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് അതിനുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത. ഇപ്പോ കുട്ടികൾ പറയുകയാണ്, ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞപ്പോ അവന് നമ്മൾ പഠിക്കാം, നീ പഠിക്കണ്ട എന്ന് പറഞ്ഞു. അവനൊരു 20 വയസ്സ് 25 വയസ്സാകുമ്പോ അവനോട് പറയണം, നിനക്ക് എങ്ങും എത്താണ്ടൊക്കെ ആയി കഴിയുമ്പോൾ എപ്പോൾ പറയണം, ഞങ്ങളത് നിന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞല്ലേ, നീ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ പഠിപ്പിച്ചില്ല. അപ്പൊ ആ പയ്യൻ പറയുന്നത്, അന്ന് ബുദ്ധി ഉറക്കാത്ത പ്രായത്തില് എനിക്ക് പഠിക്കണ്ട എന്ന് പറഞ്ഞപ്പോ എന്നെ നിർബന്ധിച്ച് തല്ലി പഠിപ്പിക്കേണ്ടതായിരുന്നില്ലേ, അത് അന്നേരത്തെ എന്താ ചെയ്യാതിരുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ സമയത്ത് നമുക്കൊരു മറുപടി ഉണ്ടാകും. യെസ്. അപ്പോ കുട്ടികളാണ് അവരുടെ ചിന്തകൾ. ഇവിടെ വലിയ ആളുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകും. അപ്പൊ കുട്ടികളുടെ തീരുമാനങ്ങൾ തെറ്റില്ലേ. നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമ്മളായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ചെയ്യാൻ കൊടുക്കും. പക്ഷെ വി ഹാവ് ചാനലൈസ്, നമുക്ക് അവരൊന്ന് ചാനലൈസ് ചെയ്യേണ്ടി വരും. അതൊരു ഘട്ടം കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല, പിന്നെ അവർ തിരക്കൊക്കെ. അപ്പൊ അതൊന്ന് ആ ഒരു ട്രാക്കിലോട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജോലി. ബാക്കി അവരുടെ ബുദ്ധിയും വൈഭവവും ഉപയോഗിച്ച് നമുക്കാണ് നമ്മുടെ മക്കളെ കാണുമ്പോൾ, കുട്ടികളെ കാണുമ്പോൾ നമുക്ക് എടുത്തു തോന്നില്ലേ പിന്നെ ഇന്നതിന് കൊള്ളാം, ഇന്ന കാര്യത്തിൽ എക്സ്പെർട്ട് ആണ്. കാരണം നമുക്ക് അവരുടെ പ്ലസ് അറിയാം മൈനസ് അറിയാം എന്നുള്ളത്. യെസ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രീതിയിൽ നിന്നൊന്ന് മാറ്റി ചിന്തിക്കുക. ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു. നിങ്ങൾ എല്ലാവരും കൊണ്ട് സജീവമായിട്ട് ഇടപെട്ട് ആരും മാറി നിൽക്കരുത് എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഇത് ഒരു ഫാമിലി ആയിട്ട് എടുക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ, അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നു, തെറ്റിക്കോട്ടെ, ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ പറയുക. എന്നിട്ട് പറയാം, നമ്മളിത് സാറിനെ ഓരോരുത്തരും വിളിച്ച് കഷ്ടപ്പെടാൻ നമ്മൾ അനുവദിക്കുന്നതല്ല, നമ്മൾ ഏരിയകളിൽ ഹെൽപ്പ് ചെയ്താൽ തകരാം എന്നങ്ങനെ പറയാം. കാരണം ഇത് നമ്മുടെ ആവശ്യമുള്ളൂ എന്ന് പറയാം. ഇവിടെ ഗ്രാമർ അതൊന്നും നമ്മൾ നോക്കുന്നില്ല, അതൊന്നും നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോയില്ല. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വേണം, അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രാമറിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പിന്നെ പറയാനായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അത് ഇന്നതൊക്കെ പറയാം എന്ന് വേണ്ടിയിട്ട് ഞാൻ ടെൻസിനെ കുറിച്ച് സൂചിപ്പിച്ചത്. അപ്പൊ 2 ടെൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ. അപ്പൊ കത്ത് മറക്കണ്ട. അടുത്ത ദിവസം ആരാണ് നല്ല ഭാവനാസമ്പന്നമായിട്ട് കത്ത് എഴുതുന്നത് നമുക്ക് നോക്കാം. യെസ്. Wish you all the best. We will meet in the next class. Okay. Okay, Kirtana.